ഒരു രാവിലെ 7 മണി 7:30 ആയി കാണും. അതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഒരാളവിടെ ഇരിപ്പുണ്ട് ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ റോസൊക്കെ നടുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. കുറച്ച് അങ്ങോട്ടും ഒരു പോർഷനുണ്ട്. ഇതാണ് മെയിനായിട്ട് ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. കാരണം ഇവിടെ വെച്ചാൽ നിറയെ റോസാപ്പൂക്കൾ പിടിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചിലവുകളിൽ ചൂടുകട്ടയൊക്കെ വെച്ച് അതിൻ്റെ പുറത്തൂടെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ കോസ്റ്റൊന്നുമില്ല. പണ്ട് തൊട്ടേ വീട്ടിലൊക്കെ ചെടി നടുന്നതുകൊണ്ട് മൺപോട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് കളറടിച്ചെടുത്തതാണ്. ബാക്കിയൊക്കെ ചിലതൊക്കെ ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഈ റോസ് നടാൻ വേണ്ടിയിട്ട്. ഈ റോസിന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, മിനിയേച്ചർ യെല്ലോ റോസാണ്, നാടനാണ്, എന്നും പൂക്കളാണ്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ റോസിനെ ഏറ്റവും കൂടുതൽ പൂക്കൾ പിടിക്കുന്ന ഈ മിനിയേച്ചർ യെല്ലോയും എലിസബത്ത് റോസൊക്കെയാണ് കേട്ടോ. എപ്പോഴും പൂക്കൾ തരും. പക്ഷേ ഇതിനൊക്കെ മണം ഉണ്ടോയെന്ന് വെച്ചാൽ അധികം മണമൊന്നുമില്ല, കുറച്ച് മണം കുറവാണ്. ഈ റോസ് എന്ന് പറയുന്നത് നിറയെ പിടിക്കുന്ന കേട്ടോ. ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ എടുക്കാൻ മറന്നു പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. എല്ലാത്തിൻ്റെയും നിറഞ്ഞു പിടിച്ചിരിക്കുന്ന ഫോട്ടോവും വീഡിയോസും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാനും മറന്നു പോകും. ഇതെല്ലാവർക്കും അറിയാം. ഈയിടെയായിട്ട് ഞാൻ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ പിക്കൊക്കെ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാറുണ്ട്. നിറയെ പൂക്കൾ പിടിക്കും. നല്ല മണമാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ നല്ല മണം. ഈ റോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഹോംലി ഫീൽ ഗാർഡനിൽ കണ്ടായിരുന്നു. 120 or 150 റുപ്പീസാണ്. നോക്കുക. വീട്ടിലൊക്കെ എപ്പോഴും എടുക്കാറ്. നിനക്ക് എന്താ ഭ്രാന്താണോ ഈ റോസൊക്കെ വാരി കൂട്ടിയിട്ട് അവസാനം ചട്ടി മാത്രമായിട്ട് അവിടെ കിടക്കും, റോസ് എല്ലാം കരിഞ്ഞൊക്കെ പോവും, എപ്പോഴും നിൽക്കത്തില്ല എന്ന്. അപ്പോൾ ഞാൻ പറയും, ഇല്ല ഞാൻ റോസൊക്കെ നോക്കും, നല്ലപോലെ നിൽക്കും. പഠിക്കാനൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അത് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഇത് റൂബി ഓറഞ്ച് റോസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ പൂക്കളോടുകൂടിയുള്ള റോസാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, ചെറിയ പൂക്കളാണ് പിടിച്ചത്. ഒരു വട്ടം ചെറിയ പൂക്കളാണെങ്കിൽ അടുത്ത വട്ടം നിങ്ങൾ പേടിക്കേണ്ട, വളരെ നല്ല പൂക്കളായിരിക്കും പിടിക്കുന്നത്. ഒരുപാട് പൂക്കൾ പിടിക്കും. ഈ റോസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, എപ്പോഴും നിറയെ പൂക്കളൊന്നും തരത്തില്ല. ഒരു വട്ടം നിറയെ പൂക്കളാണെങ്കിൽ അടുത്ത വട്ടം 2-3 പൂക്കളെ കാണത്തുള്ളൂ. ഇതുപോലെ ഇതിപ്പോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയില്ല, പീസ് ആൻഡ് ലവ് റോസാണ്. ഇപ്പോൾ അത് 2-3 പൂക്കൾ അങ്ങനേ ഉള്ളൂ. നേരത്തെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഇതും അതുപോലെയാണ്, എല്ലാവർക്കും അറിയുന്ന റോസാണ്. 7 days റോസാണ്. 7 ദിവസമൊന്നുമല്ല കേട്ടോ, 10 ദിവസത്തിൽ കൂടുതൽ വാടാതെ നല്ല ഭംഗിയോടെ നിൽക്കും. അത്യാവശ്യം മണമൊക്കെ ഉണ്ട്. നല്ല നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് വലിയ മരമായിട്ടൊക്കെ നിൽക്കുന്ന പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന നാടനാണ്. നിങ്ങൾക്ക് വാങ്ങി വെക്കാം. നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങി വയ്ക്കുക. ഇത് കണ്ടിട്ട് ഓടിപ്പോയി 10 ഒന്നും പോയി മേടിക്കരുത്. ഇതും അതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഓറഞ്ച് റോസാണ് കേട്ടോ. നിറയെ പൂക്കൾ പിടിക്കുന്ന. ഇതെനിക്ക് തോന്നുന്നു ഒരു സമയത്തൊക്കെ കൊല പോലെ പിടിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ടൊക്കെയാണ് പിടിക്കുന്നത്. ഇത് റൂബി ഫയർ റോസാണ്. ഫയർ ഓറഞ്ചോ ഫയർ റെഡ് റോസാണ്. ഓറഞ്ചും റെഡും കൂടെ ചേർന്നിട്ടുള്ള കളറാണ് കേട്ടോ. അതിൻ്റെ ഇല കണ്ടില്ലേ, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് നേരത്തെ എടുത്തു വെച്ചിട്ട് റോസാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ കോലം എന്ന് പറയുന്നത് ഇതുപോലെയൊന്നും അല്ല കേട്ടോ. കുറച്ച് മോശമായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇത് കാശ്മീർ റോസാണ്, എല്ലാവർക്കും അറിയാമല്ലോ. കാശ്മീർ റോസ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും പൂക്കൾ പിടിക്കുന്ന റോസാണ്. അത് വെട്ടി നിർത്തുമ്പോഴേ നിറയെ പൂക്കൾ പിടിക്കും കേട്ടോ. ഒരുമാതിരി കൊലം കെട്ട് പോകുന്ന റോസാണ്. പക്ഷെ നിങ്ങൾ വെട്ടി നിർത്തിയാൽ മതി, നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവും. റോസിൻ്റെ കൂട്ടത്തിൽ അടുത്ത ചെടി ഏതെന്ന് വെച്ചാൽ ഇത് നീലക്കൊടുവേലി എന്നൊക്കെ പറയും. ഇതിൻ്റെ റിയൽ പേര് അതൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ വേറെന്തോ പേര് പറയും. പക്ഷേ എപ്പോഴും പൂക്കളാണ്. എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള സെക്ഷനിലുള്ള ചെടികളൊന്നും അധികം പൂക്കളൊന്നും വന്നിട്ടില്ല. പക്ഷേ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അത് പൂക്കൾ വരുമ്പോൾ കാണിച്ചു തരാം. അതെല്ലാം കുറച്ചുകൂടെ വലിയ ചെടികളാണ് കേട്ടോ. അതാണ് ഞാൻ മറ്റേ മൺപോട്ടിലോട്ട് മാറ്റിയിരിക്കുന്നത്. ഇത് ബ്രൈഡൽ ബൊക്കറ്റാണ്. നേരത്തെ ഞാൻ വെട്ടി നിർത്തിയ ഒരു ഷോട്ട് ഇട്ടിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിച്ച് നല്ല ഭംഗിയോടെ നിൽപ്പുണ്ട്. ഇതിനി പടർത്തി വിടാം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ഈ 1000 സൺസെറ്റ് എന്നൊക്കെ പറയും. ചെറിയ സീനിയ എന്നൊക്കെ പറയാറുണ്ട്. എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. 1000 സൺസെറ്റ് എന്നാണ് എവിടെയോ ഞാൻ കണ്ടത്. അത് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. കുറേ നേരം ആകുമ്പോൾ, അതായത് കുറേ നാൾ കഴിയുമ്പോൾ നിറയെ പൂക്കൾ പിടിക്കുന്ന ഒന്നാണ് അതെന്ന് പറയുന്നത്. അത് മാത്രം മതി നമ്മുടെ ഗാർഡനിൽ, കാരണം എപ്പോഴും പൂക്കളാണ്. ഇപ്പോൾ വീട്ടിൽ ഡ്രസ്സൊക്കെ തൂക്കിയിടാൻ വേണ്ടി വെച്ചിരുന്ന ഈ സ്റ്റാൻഡിനെ അടിച്ചു മാറ്റിയതാണ് കേട്ടോ, ചെടി തൂക്കിയിടാൻ വേണ്ടിയിട്ട്. കുറേ കഷ്ടപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് തന്നു. ഈ റോസിനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, സ്നോ റോസാണ്. ശരിക്കും പറഞ്ഞാൽ അത് എന്തൊക്കെയോ സംഭവിച്ച് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തെടുത്ത റോസാണ് കേട്ടോ ഞാനത്. താജ്മഹൽ റോസാണ്. താജ്മഹൽ റോസ് എന്നും പറയും, വേറെ എന്തോ പേരൊക്കെ ഉണ്ട്. ഇതും ചെറിയൊരു ഓറഞ്ച് ടൈപ്പ് റോസാണ് കേട്ടോ, നേരത്തെ കാണിച്ചതുപോലത്തെ. ഇത് മാംഗോ യെല്ലോ റോസ് അല്ല, ഇത് വേറെ ഏതോ ടൈപ്പ് റോസാണ്. എനിക്കറിയത്തില്ല അതിൻ്റെ കറക്റ്റ് പേരൊന്നും, ഐഡിയ ഒന്നും എനിക്കറിയത്തില്ല. പല റോസിൻ്റെയും കറക്റ്റ് ഐഡിയ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള ഓൺലൈൻ സെല്ലേഴ്സൊക്കെ
ഓരോരോ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ വിളിച്ച് പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരൊക്കെ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമുക്ക് പറയാൻ പറ്റാത്ത പേരുകളൊക്കെയാണ് പല റോസിനും. പിന്നെ നമ്മൾ മലയാളികൾ എപ്പോഴും വിളിക്കുന്ന റോസിൻ്റെ പേരുകൾ കേട്ടങ്ങ് പഠിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ മതി. ഇനി ഈ സെക്ഷനിലോട്ട് പോകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന അഹല്യ റോസാണ്. നിറയെ പൂക്കൾ പിടിക്കുന്ന റോസാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ സാക്ഷാൽ ഓർക്കിഡ് റോസാണ് കേട്ടോ. നോക്കി എന്തോരം മുട്ടുകളാണ്. 3 കമ്പിലും നിറയെ മുട്ടുകൾ നിൽപ്പുണ്ട്. നിറയെന്ന് വെച്ചാൽ നിറയെ മുട്ടുകൾ നിൽപ്പുണ്ട്. ഇതെല്ലാം കൂടെ വിരിഞ്ഞിട്ട് അതിന് താങ്ങാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രത്തോളം മുട്ടുകളുണ്ട്. ഒരു മുട്ടിലും ഒന്നും ഇൻഫെക്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ പലതുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഈ കാണുന്നത്, നല്ല രീതിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ റോസ് പിടിക്കുമെന്ന് വെച്ചാൽ പിടിക്കും. ഇവിടെ കുറേ ഗാർഡനൊക്കെ ഉള്ളതാണല്ലോ റോസിൻ്റെയൊക്കെ. അപ്പം അതിനനുസരിച്ച് നമ്മൾ സൂക്ഷിച്ച് നോക്കി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോസൊക്കെ ഇതുപോലെ നല്ല ഭംഗിയോടെ നിൽക്കും. ഒരുപാട് റോസുകളൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം റോസുകളൊക്കെ ഉള്ളൂ. അതിനെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് പിടിപ്പിച്ചെടുക്കുന്നത്. പലപ്പോഴും നശിച്ചു പോകാറുണ്ട്. ഇതുപോലെ എൻ്റെ റോസുകൾക്കൊക്കെ ഇലകളിലും അല്ലെങ്കിൽ മുട്ടുകളിലൊക്കെ അസുഖങ്ങൾ വരാറുണ്ട്. ഞാനതിനെ എങ്ങനെയെങ്കിലും ഓക്കെയാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും ഐഡിയാസൊക്കെ പറയുന്ന ആളുടെ റോസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, റോസല്ലേ, നമുക്കായാലും ആരോഗ്യം നോക്കിയാൽ അസുഖങ്ങളൊക്കെ വരത്തില്ലേ. അതുപോലെ തന്നെയാണ് റോസിൻ്റെ കാര്യവും. ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും, നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അതങ്ങ് പോവും. വീണ്ടും വരും, ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അതങ്ങ് പോവും. പക്ഷെ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ റോസ് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. പലതും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയും അല്ലാതെയൊക്കെ നോക്കി തന്നെയാണ് കാണുന്നത്. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ റോസൊക്കെ എന്ന് വെച്ചാൽ നല്ല മണമുള്ള സെൻറ്റിമെൻ്റൽ റോസാണ് കേട്ടോ. അത് ഈ വിരിഞ്ഞ് വരുമ്പോഴേ നല്ല ഭംഗിയാണത്തുള്ളൂ. പിന്നെ അതൊരുമാതിരി കൂറായി പോകും. ഇതും എല്ലാവർക്കും അറിയാമല്ലോ, ബേബി പാരഡൈസ് എന്നോ വേറെ എന്തൊക്കെയോ പേരുകളിൽ അറിയപ്പെടുന്ന റോസാണ്. എനിക്കറിയത്തില്ല കറക്റ്റ് പേരെന്താണെന്ന്. പേരറിയുന്ന എന്തിനല്ലേ, നിറച്ച് പിടിച്ചിരിക്കുന്ന നമുക്ക് കണ്ടാൽ മതിയല്ലോ. ഈ റോസും അങ്ങനെയാണ് കേട്ടോ. ഒരു വട്ടം 1000 പൂക്കൾ വന്നാൽ പിന്നെ ഒരു 2 പൂക്കൾ വരും, പിന്നെ അടുത്തോട്ട് 1000 പൂക്കൾ വരും. അതുകൊണ്ട് വിഷമിക്കേണ്ട. നമുക്ക് ഒരേ സമയത്ത് ഈ പൂക്കളെല്ലാം വെട്ടി പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ അടുത്ത തളിര് വന്ന് ഇതുപോലെ പൂക്കൾ നിറഞ്ഞു പിടിക്കും. ചിലപ്പോഴേക്കും ഒരു കിളിർപ്പെന്ന് പറയുന്നത് ഒരു സംഭവം തിന്നു തീർക്കും. അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ മുട്ടുകളൊന്നും വിരിയത്തില്ല. അതുകൊണ്ടാണ് ഈ കൂടുതലും റോസുകളൊക്കെ എന്ന് പറയുന്നത് വിരിയാതെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും റോസുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും റോസുകൾ കാണിക്കാനുണ്ട്, പൂക്കൾ പിടിക്കാനുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷനിലാകുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ടാറ്റാ, സപ്പോർട്ട് ചെയ്യണേ.